പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 22 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവേ, അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം എനിക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഈ കൊതിയോടുകൂടി ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ കയ്യാലപ്പുറത്ത് തെങ്ങാൻ പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നടുക്ക് നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ.
അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെയും മാലാഖമാരെയും രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആശീർവദിക്കുന്നു. അവരുടെ യാത്രകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ ചെയ്തികൾ, അവരുടെ ഇടപെടലുകൾ, അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ, അവരുടെ ഉദ്യമങ്ങൾ, അവരുടെ ജോലികൾ, അതിൽ വരുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന, നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേശുക്രിസ്തു നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood. I bless and hallow you. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്ത താളുകളെയും പൊട്ടി തുറക്കുന്നതാണ്. അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണത്, കർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിന് ഈ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? പരിശുദ്ധാത്മാവിന് ചില സമയത്ത് ശക്തിപ്പെടും, ചില സമയത്ത് നിർവീര്യമാകും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ദുഃഖിക്കും. അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോണത്. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. നമ്മൾ യേശു തമ്മിലുണ്ടാകുന്ന ഒരു വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, യേശുവെ, അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച നിലയെന്ന് പറയണത് ആനന്ദത്തിൻ്റെ നിലയാണ്. കാര്യം എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഈശോ പറയും, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അവന് അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുടെ ഒരു വാതിലങ്ങ് തുറക്കുകയാണ്. എന്താണ്? എടുത്തു കളയാൻ പറ്റാത്ത ഇപ്പം ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതിൽ ഈശോയാണ് മനുഷ്യരാശി തുറന്നിട്ടത്. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. പൗലോസും ചോദിക്കത്തില്ലേ, ആപത്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും. അപ്പം അപ്പോസ്തലികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകളെന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ്. കാലാവസ്ഥകൾ മാറി മറിഞ്ഞാലും ഇതൊരു ക്രിസ്ത്യൻ സാധ്യതയാണ്. യോഹന്നാൻ 16:22. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഈ സന്തോഷത്തിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, സന്തോഷത്തിന് എടുത്തു കളയാൻ വേണ്ടി കുറേ നെഗറ്റീവ് പവേഴ്സ് ഉണ്ടേ. അത് ആ നെഗറ്റീവ് പവേഴ്സിനെ കുറിച്ചാണ് ഈ റോമ 8:35 പറയണത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആരും നിങ്ങൾ എടുത്തു കളയത്തെന്ന് പറയുമ്പോഴാണ് ഇതാണ്. ആരും വേർപെടുത്തത്തില്ല, എടുത്തു കളയത്തില്ല, വേർപെടുത്തത്തില്ല. ആര് നിങ്ങളെ വേർപെടുത്തും? ക്ലേശമോ അപ്പൊ ക്ലേശമാണ് ഒരു ഏജന്റ്. ഇതാണ് ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. റോമ 8:32 വായിച്ചേ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. അപ്പം അങ്ങനെ എടുത്തു കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്?
എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇപ്പം എടുത്തു കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആപത്ത്, വാള്, ആക്ഷേപങ്ങൾ, ഇതൊക്കെ ഈ സന്തോഷം കളയുന്ന പരിപാടിയാണ്. പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ, ഇതാണ് അപ്പോസ്തലിക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റണത്. ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ്. ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം എടുത്തു കളയും. ഒന്നിലെ കാലം എടുത്തു കളയും. കാലമാണ് ഇതിൻ്റെ എല്ലാം എടുത്തു കളയും. ഇപ്പം പട്ടിണി, ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും പൗലോസ് അഡ്രസ് ചെയ്യാത്തൊരു സംഭവം കാലമാണ്. കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ, അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രെയിൻ ചെയ്യേണ്ടത് എന്തെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത്.